നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹി ജുമാ മസ്ജിദിന് മുമ്പിലെ ഫുഡ് സ്ട്രീറ്റിലാണ്. ഈ ഡൽഹി ജുമാ മസ്ജിദിന് മുമ്പിലെ ഫുഡ് സ്ട്രീറ്റിലോട്ട് എങ്ങനെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി ജുമാ മസ്ജിദിൻ്റെ മുമ്പിലെ ഗേറ്റ് നമ്പർ 1 ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളെ ഫുഡ് സ്ട്രീറ്റ് വരുന്നത്. ഇവിടെയാണ് നമ്മൾ റീൽസിലും മറ്റേ വീഡിയോസിലൊക്കെ കാണുന്ന നമ്മളെ അസ്ലം ബട്ടർ ചിക്കന്, അതുപോലെ മൊഹബത്ത് കാ സർബത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. ഒരു മാർക്കറ്റിൽ ഭക്ഷണത്തിൻ്റെ ഫുഡിൻ്റെ ഫുൾ ഏരിയയാണ്. അതായത് എല്ലാ ടൈപ്പ് ഫുഡുകളും ഇവിടെ ഉണ്ട്. സ്വീറ്റ്സ് ആണെങ്കിലും ബാക്കിയുള്ള ടൈപ്പ് ആണെങ്കിലും അല്ലേ മൊഹബത്ത് കാ സർബത്ത്, അതുപോലെ ബിരിയാണി. ഇതിൻ്റെ തൊട്ടപ്പുറം സൈഡാണ് നമ്മളെ മീനാ ബസാറും കാര്യങ്ങളും വരുന്നത്. നമുക്ക് പർച്ചേസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷൂ, ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് തൊട്ടപ്പുറം സൈഡാണ്. ഇതാ ഓരോ മൊഹബത്ത് കാ സർബത്ത് ഓരോന്ന് വെൽക്കം ചെയ്യാണ്ടല്ലേ, സർബത്ത് കാ മൊഹബത്ത് അല്ലേ, ഓരോ അറബി കോസ്റ്റ്യൂമിൽ നമ്മളെ ബായിടയ്ക്ക് നമ്മള് മൊഹബത്ത് കാ സർബത്ത് വാങ്ങണ്ട്. والله حبيبي كم دبي محبت وفرغان حبيبي محبت والله حبيبي باي നമ്മളെ മക്കാരാണ് حبيبي كم محبت وفرغان والله അപ്പോൾ ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ മൊഹബത്ത് കാ സർബത്ത് കുടിക്കാന്നുണ്ടെങ്കിൽ ജമാ മസ്ജിദിൻ്റെ ഗേറ്റ് നമ്പർ 1 നേരെ മുമ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ സർബത്ത് മൊഹബത്ത് शरबत मोहब्बत हराम शोरमा रोटी भाई सर ചായയാണ് എല്ലാവരും കുടിക്കുക. حبيبي والله والله حبيبي كم دبي يوم مع البجار محبت شربت حبيبي حبيبي നമ്മൾ അറബിക്ക് നമ്മൾ 3-4 വട്ടം പള്ളിക്കിട്ടൊരു സാധനം തരുള്ളൂ. അതേപോലെ ഒരുപാട് ആൾക്കാരെ കാണാം. ഇവിടെ ഒന്നുണ്ട്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടല്ലേ, ഫുൾ ഇതിൻ്റെ ഏരിയാസാണ്. എല്ലാ ഐറ്റംസും ഫുഡും ഇവിടെ നമുക്ക് കിട്ടും. ഇവിടെ നമ്മളെ വൈകുന്നേരം ഷവർമ, ചിക്കൻ ഷവർമയാണ് ഇവിടുത്തെ. നമ്മളവിടെ ഗ്രില്ലിൽ കമ്പിയിൽ കോർത്തിട്ടൊന്നല്ല അവിടെ വെച്ചിട്ടാണ്. ഒരുപാട് ഡൽഹിയിൽ ഇവിടെ നമുക്ക് ഒരുപാട് ഈ ഒരു മാർക്കറ്റിൽ റൊട്ടികൾ, കൂടുതലായിട്ടും റൊട്ടി പോലത്തെ വിഭവങ്ങൾ, ബിരിയാണി. ഇതാണ് നമ്മളെ ഹാജി മുഹമ്മദ് ഹുസൈൻ. നമ്മൾ മറ്റേ റീൽസിൽ എന്തെങ്കിലുമൊക്കെ കാണുന്ന പോലെ ഒരു കാക്ക അവിടെ ഇരുന്നിട്ട് വൈകുന്നേരം ഒരുപാട് ചിക്കൻ ഇങ്ങനെ വെട്ടിയിരുന്നില്ലതാ. ഈ സാധനം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഈ കാക്കാൻ്റെ കടതാണ്. മുമ്പ് ഇവിടെ ഇരുന്നിട്ടാണ് ഈ ഒരു ഇരുന്നിട്ടാണ് എന്താണ് ചിക്കൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഉച്ച സമയമാണ്. വൈകിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കാണാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിയിൽ വന്നപ്പോൾ നമുക്ക് എന്താണ് ഇവിടുന്ന് നമ്മൾ മുമ്പ് കണ്ടതാണ്. ആ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് അസ്ലം ബട്ടർ ചിക്കൻ. ഇവിടെ അടിപൊളിയാണ് ബട്ടർ ചിക്കനും കാര്യങ്ങളൊക്കെ കഴിക്കാൻ. അതിനൊപ്പം നല്ല തന്തൂരി റൊട്ടി, പനീർ റൊട്ടിയും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതും കഴിച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം നേരങ്ങളിൽ വരികയാണെന്നുണ്ടെങ്കിലാണ് ഈ ഒരു സ്ട്രീറ്റ് നന്നായിട്ട് ആക്റ്റീവായിട്ടുള്ള ടൈമാണ്. ആ സമയത്ത് നല്ല റഷും കാര്യങ്ങളും ഉണ്ടാവും. ഒന്നും കൂടി കൂടുതൽ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ അല്ലേ ഓരോന്ന് കുക്ക് ചെയ്യണത്. ചിക്കനൊക്കെ ഫ്രൈ ആയിട്ടൊക്കെ മോഡല്, ചായ, കാപ്പി അല്ല. ഇവിടെ റോഡ് സൈഡിൽ നിന്നിട്ട് റൊട്ടിയും കാര്യങ്ങളൊക്കെ. ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഹോട്ടലുകളിൽ ഇവിടെ പാവപ്പെട്ടവർക്ക് ഇതേപോലെ കൃഷിക്കാർക്കും മറ്റൊക്കെ ഫ്രീ ഫുഡ് കൊടുക്കുന്ന ഒരുപാടുണ്ട്. ഇതിപ്പോൾ റഹ്മത്തുള്ള ഹോട്ടലാണ്. അതേപോലെ വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാണാറ് ഇവർക്ക് ഇന്ന് റൊട്ടി അതുപോലുള്ള അതിൻ്റെ കറികൾ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കാണാം എപ്പോഴും. അതാണ് ഇതിൻ്റെ ഓണർ, റഹ്മത്തുള്ള ഹോട്ടലിൻ്റെ ഓണർ. ഇവിടെ കൂടുതൽ ഇതേപോലെ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നത് നമുക്ക് കാണാം. വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഓരോ കട മുമ്പിൽ ഇവരിങ്ങനെ ഇരിക്കുന്നത് കാണാം. ഇതിൽ വരുന്നവർ ഈ പറയപ്പെട്ട സാധനങ്ങളൊക്കെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജമാ മസ്ജിദിൻ്റെ അവിടെ വന്നാൽ ഈ മാർക്കറ്റിലാണ് ഇതുപോലുള്ള നമ്മൾ പ്രസിദ്ധമായിട്ടുള്ള ഫുഡ് സ്ട്രീറ്റ് ഉള്ളത്. വൃത്തിയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും നമുക്ക് കയറാൻ പറ്റില്ല, പക്ഷേ ഒട്ടുമിക്കുള്ളതും വൃത്തിയുള്ളതാണ്. അതുപോലെ ഇവിടെ മസ്റ്റ് വന്നാൽ ട്രൈ ചെയ്യേണ്ട ഒന്നാണ് നമ്മളെ മൊഹബത്ത് കാ സർബത്ത്. ഒരുപാട് ഷോപ്പുകളുണ്ട്, ഏതെങ്കിലും ഒന്നും ട്രൈ ചെയ്യൽ അത് നിർബന്ധമാണ്. കാരണം അത് നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ പോലെയല്ല, ഇവിടുത്തെ ഒരു പ്രത്യേക ടേസ്റ്റാണ്.